വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ആഴ്ചയിലെ ചെറിയ ചെറിയ വിശേഷങ്ങളുള്ള ഒരു കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ പബ്ലിക് ലൈബ്രറിക്കാണ് കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴും വരുന്നൊരു സ്ഥലമാണ്, നിങ്ങൾ നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പബ്ലിക് ലൈബ്രറി. ഇതിനു മുൻപ് ഞാൻ നമ്മുടെ ഷോർട്സിൽ പബ്ലിക് ലൈബ്രറി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് വിശദമായി കാണിക്കാം. എന്തായാലും ഞങ്ങൾക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. ഫസ്റ്റ് ഞാനിവിടെ വന്നിട്ട് ഈ പബ്ലിക് ലൈബ്രറി കണ്ടപ്പോൾ അന്തം വിട്ടുപോയി. വലിയൊരു ലൈബ്രറിയാണ്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ ലൈബ്രറി ഒന്നും കാണില്ല. അതുകൊണ്ട് തന്നെ ഞാനതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ഈ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഇവിടുത്തെ ലൈബ്രറി എന്ന് പറയുന്നത്. അടിപൊളിയല്ലേ? ഫ്രണ്ടിൽ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. നല്ല ചായ. മീൻകുട്ടിക്ക് ഇവിടെ കളിക്കാനുള്ള സ്ഥലമുണ്ട്. അതാണ് അവളുടെ ആവേശം, ലൈബ്രറി വരെ. അല്ല ഉണ്ണി, ഇവിടെ കളിക്കണ്ടോ? ഓക്കെ. ഇതാണ് കയറി വരുന്ന ഫസ്റ്റ് ഫ്ലോർ. നമ്മളിപ്പോൾ സെക്കൻഡ് ഫ്ലോർ. അവിടെ മ്യൂസിക് ക്ലാസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത് മ്യൂസിക് ക്ലാസ് ആണ്. നമ്മളിപ്പോൾ പോകുന്നത് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് മാസത്തിൽ $5 വരെ പ്രിൻ്റ് ഫ്രീ ആയിട്ട് എടുക്കാം. ഇവിടെ ഇരുന്ന് സിസ്റ്റത്തിൽ ഇരുന്ന് നമുക്ക് പ്രിൻ്റ് എടുക്കാം. പ്രജയുടെ അവിടെ പ്രിൻ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മേരിക്കുട്ടിക്ക് ഒരു വാശി അല്ലേ, കളിക്കാൻ പോകണം. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അത് മ്യൂസിക് ക്ലാസ്സൊന്നും അല്ല തോന്നുന്നു, എന്തോ പരിപാടി നടന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നു. നമുക്ക് നോക്കി നോക്കാം. ഇതാണ് ഇവിടുത്തെ പ്ലേ ഏരിയ. ഹാപ്പി ഉണ്ണി? ആ, കയറിയിരുന്നോ? നമുക്ക് ബുക്സ് ഉണ്ട്, ബുക്സ് എടുത്ത് വായിക്കാം. കുറേ ബുക്കുകളുണ്ട് കേട്ടോ, കുട്ടികൾക്ക് പറ്റിയത്. ഈ കുട്ടി അവിടെ ഫ്രണ്ട്സിനെ കിട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ് കൊണ്ട് മേരിക്കുട്ടീനെ കാണാണ്ടായിട്ടോ. കുട്ടികളുടെ കൂടെ കൂടി പോകുന്നവർക്കാണ്. എവിടെ നോക്കട്ടെ, ഇവിടെ വേറെ എന്തൊക്കെയുണ്ട്. ഒന്ന് പുറത്ത് നോക്കിയാൽ അവിടെയും കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇരിക്കാനൊക്കെ. ഇതാണ് ലൈബ്രറിയുടെ മറ്റൊരു സൈഡ്. ഇവിടെ കുട്ടികൾക്ക് ഇരുന്ന് വരയ്ക്കാനുള്ള കളറൊക്കെ ഉണ്ട്. താഴെ പോയോ?
എന്തായിട്ടത് എന്തെങ്ങനെ വെച്ചോ? നമ്മൾ നമ്മുടെ സ്ഥിരം കടയായ അടയിലിപ്പം ഒരു ചിക്കൻ ബിരിയാണി കഴിക്കാൻ. ചിക്കൻ ബിരിയാണി കഴിക്കാം. ചിക്കൻ എടുക്കാം. കുറേ പേര് ക്രിക്കറ്റ് കളിക്കുന്നു. ഇന്ന് നല്ല കാറ്റടിക്കുന്നുണ്ട്, അതുകൊണ്ട് നല്ല തണുപ്പറിയുന്നുണ്ട്. എന്നിട്ടും ആൾക്കാർ ക്രിക്കറ്റൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റായി പോയി. ഞങ്ങൾ വന്നതും അത് കഴിഞ്ഞതും ഒരുമിച്ചായി. വന്ന് കുറച്ച് ലേറ്റായി പോയി. മറ്റേത് രണ്ടെണ്ണം ഇപ്പോൾ അവരത് ഫുൾ അഴിക്കുകയാണ്. ഒന്ന് മാത്രമേ ഉള്ളൂ. ഒരു ട്രെയിനൊക്കെ അവിടെ കാണാം. ശ്രീകുട്ടിക്ക് അത് കണ്ടത് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇതിപ്പോൾ കഴിയുമെന്ന് പറയുമ്പോൾ സങ്കടമാവുമെന്ന് അറിയില്ല. നോക്കാം. അവരെ അതിലും നമ്മളെ കയറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. മീക്കുട്ടിയാണെങ്കിൽ നല്ല കരച്ചിലായിരുന്നു. ഓക്കെ, സാരില്ല. ഓക്കെ, അത് കഴിഞ്ഞ് അതാണ്. ഓക്കെ, ഉണ്ണി ഭയങ്കര സങ്കടത്തിലാണ്. എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ വന്നപ്പോഴേക്കും അറിഞ്ഞില്ല അല്ലേ ഉണ്ണി? നമ്മളറിയാൻ താമസിച്ചു. സാരില്ല, നമുക്ക് ഇതിനേക്കാൾ വലിയ സ്ഥലത്തേക്ക് അമ്മ കൊണ്ടുപോവാം. ഓക്കെ, ഇല്ല ഇല്ല. ഞങ്ങൾ അവിടെ നിന്ന് നേരെ വാട്ടർ ഫ്രണ്ടിലേക്കാണ് വന്നത്. ഇവിടെ ഇന്ന് സെയിൽ ജീപ്പി നടക്കുന്നുണ്ട്. 2 ദിവസമാണ്. അപ്പോൾ കാനഡയൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്ന് കേട്ടിട്ട് പോകുന്നതാണ്. അപ്പം മേഴിക്കുട്ടിയുടെ സങ്കടം ഒന്ന് ചെറുതായിട്ട് മാറുമെന്ന് വിചാരിച്ചു. അവിടെ നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പാർക്കിലൊക്കെ ഒന്ന് കയറി അവളുടെ സങ്കടം ഒന്നും മാറുമല്ലോ എന്ന് വിചാരിച്ച് പോകുന്നതാണ്. എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ എവിടെയെങ്കിലും അടുത്ത് വെച്ച് കാണാൻ പറ്റുമെന്ന് നോക്കി നടക്കുമായിരുന്നു. തിരക്ക് കണ്ടില്ലേ? നമുക്കൊന്ന് നിൽക്കാൻ പോലും എവിടെയും സ്ഥലം ഉണ്ടായിരുന്നില്ല. ഒരു 3 ഹെലികോപ്റ്റർ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. വീഡിയോസ് എടുക്കാനാ എന്തിനാന്നറിയില്ല. ഭയങ്കര തിരക്ക്. ന്യൂസിലാൻഡ് പറക്കുന്നത്. ന്യൂസിലാൻഡ് അതാ പറന്നു പോകുന്നു. ഇനി അവിടെ വന്നിട്ട്
അറിഞ്ഞാലല്ലേ അപ്പൊ ഇവിടെ ഒന്ന് കളിച്ചോട്ടെ കുറച്ച് നേരം വിചാരിച്ചു. പക്ഷെ അത് ഡേഞ്ചറാണ്. അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ക്ലേ കൊടുത്തിട്ട് ഒരു കോട്ടിയും കൊടുത്തിട്ട് കപ്പൽ പോലെ ഉണ്ടാക്കിയിട്ട് വെള്ളത്തിൽ വിടാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആ ക്ലേ നല്ല ബലമായിരുന്നു. മീൻകുട്ടിക്ക് അത് അമർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതാ വരുന്നത് നമ്മുടെ കാനഡ. ഉണ്ണി ഇതിലടുക, ആ അതിലടുക കൂട്ടി, ആ അതിൻ്റെ ഉള്ളിലടുക. കാനഡ ഏഴാമത്, ഫസ്റ്റ് സ്പെയിൻ, രണ്ടാമത് ഫ്രാൻസ്. ഉണ്ണി തോർത്തു കൊടുക്കില്ല എന്നൊക്കെ. ഇതാ എല്ലാവരും ലംബോർഗിനിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ചായ സമൂസയ്ക്ക് പോന്നു. വല്ലതും ചൂടോടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഉണ്ണി ഹാപ്പി? ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും